ഇന്ത്യൻ ക്രിക്കറ്റിന് അരങ്ങിൽ കളികളില്ലാത്ത ദിവസങ്ങളാണ് കടന്നുപോകുന്നത്. പക്ഷേ അണിയറയിൽ പല കളികളും നടക്കുന്നുമുണ്ട്. ചീഫ് സെലക്ടർ അജിത് അഗർക്കറുടെ കസേര ധരിക്കാൻ പോകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. 2023 ജൂലൈയിലാണ് അഗർക്കർ ഇന്ത്യൻ ടീമിൻ്റെ ചീഫ് സെലക്ടറായി ചുമതലയേൽക്കുന്നത്. 2027 ഏകദിന ലോകകപ്പ് വരെ അദ്ദേഹത്തിന് കാലാവധിയുണ്ടെന്നാണ് എല്ലാവരും കരുതിയത്. ഈ വർഷം കാലാവധി അവസാനിച്ചിരുന്ന അദ്ദേഹത്തിന് 2020 ലോകകപ്പ് വിജയത്തോടെ ഒരു വർഷം കൂടി കരാർ നീട്ടി നൽകുകയായിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള ചില സംഭവ വികാസങ്ങൾ അദ്ദേഹത്തിൻ്റെ കസേരയെ കുലുക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സെപ്റ്റംബറിൽ നടക്കുന്ന BCCIയുടെ വാർഷിക ജനറൽ യോഗത്തിൽ അഗർക്കറുടെ ഭാവി സംബന്ധിച്ച് നിർണായക തീരുമാനമെടുക്കുമെന്നാണ് കേൾക്കുന്നത്. അഗർക്കർക്ക് പകരം നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനായ VVS ലക്ഷ്മൺ വരുമെന്ന അഭ്യൂഹങ്ങളാണ് കേൾക്കുന്നത്. എന്താണ് അഗർക്കർക്ക് പെട്ടെന്ന് സംഭവിച്ചത്? കളിക്കുന്ന കാലത്ത് പോലും അധികം 80s ഇല്ലാതിരുന്ന അഗർക്കർ പെട്ടെന്ന് വെറുക്കപ്പെട്ടവനായത് എങ്ങനെയാണ്? രോഹിത് ശർമ്മയുടെ ഒരൊറ്റ സെഞ്ചുറി അഗർക്കറുടെ കസേര ഇളക്കിയെന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാകില്ല. കാരണം ഇംഗ്ലണ്ട് പര്യടനത്തിനിടെ രോഹിത് ശർമ്മയുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ് അഗർക്കറുടെ കാൽക്കുലേഷനുകൾ തെറ്റിച്ചത്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനത്തിൽ രോഹിത് കുറഞ്ഞ സ്കോറിന് പുറത്തായതിന് പിന്നാലെ മാധ്യമങ്ങളിൽ ഒരു വാർത്ത ചോർന്നിരുന്നു. 2027 ഏകദിന ലോകകപ്പ് പ്ലാനുകളിൽ രോഹിത് ഇനിയില്ല. വിരമിക്കൽ തീരുമാനം രോഹിതിന് തന്നെ BCCI വിട്ടു നൽകിയിരിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ. ലോർഡ്സ് ഏകദിനം രോഹിതിൻ്റെ അവസാന മത്സരമായിരിക്കുമെന്നും വാർത്ത പരന്നു. എന്നാൽ ലോർഡ്സിൽ കണ്ടത് മറ്റൊന്നാണ്. പതിവ് പോലെ വിമർശനങ്ങൾ കടുക്കുമ്പോൾ കാടുകയറുന്ന രോഹിത് എന്ന ഒറ്റക്കൊമ്പനെ നമ്മൾ വീണ്ടും കണ്ടു. വെടിക്കെട്ട് സെഞ്ചുറിയുമായി രോഹിത് ശർമ്മ കളമ്പാണ് ദിവസം. തന്നെക്കുറിച്ചുള്ള എല്ലാ അഭ്യൂഹങ്ങൾക്കും ബാറ്റ് കൊണ്ട് തന്നെ രോഹിത് മറുപടി നൽകി. ശേഷം പറഞ്ഞതിങ്ങനെ: പുറത്തെ പ്രചാരണങ്ങൾ എനിക്ക് വിഷയമല്ല, എൻ്റെ ജോലി ഗ്രൗണ്ടിലാണ്. അന്ന് വാർത്താസമ്മേളനത്തിൽ രോഹിത് തുറന്നടിച്ചു. തകർപ്പൻ സെഞ്ചുറിയോടെ ആരാധകരുടെയും മാധ്യമങ്ങളുടെയും പിന്തുണയും രോഹിതിന് ലഭിച്ചു. ഇതോടെ സെലക്ടർമാരുമായി കൃത്യമായ ആശയവിനിമയം നടത്താതെ BCCI സെക്രട്ടറി ദേവജിത് സൈക്കിയ നേരിട്ട് രംഗത്തെത്തി. രോഹിത് ഇപ്പോഴും ടീമിൻ്റെ ഭാവി പ്ലാനുകളിലുള്ള ആളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. സെലക്ടർമാരുടെ അടുത്ത തീരുമാനത്തെ BCCI ഉന്നതൻ പരസ്യമായി തള്ളിപ്പറഞ്ഞത് അഗർക്കർക്ക് വലിയ തിരിച്ചടിയായി. രോഹിതിൻ്റെ വിരമിക്കലുമായി ബന്ധപ്പെട്ട രഹസ്യ ചർച്ചകൾ സെലക്ഷൻ കമ്മിറ്റി റൂമിൽ നിന്ന് മാധ്യമങ്ങളിലേക്ക് ചോർന്നത് BCCI നേതൃത്വത്തെ കടുത്ത അമർഷത്തിലാക്കി. ബോർഡും സെലക്ഷൻ കമ്മിറ്റിയും തമ്മിലുള്ള വിശ്വാസ്യത തകരാൻ ഇത് കാരണമായി എന്നാണ് കേൾക്കുന്നത്. തങ്ങളെടുത്ത നിലപാടിൽ നിന്ന് BCCI മാനേജ്മെൻറ്റ് പെട്ടെന്ന് മലക്കം മറിഞ്ഞതോടെ തങ്ങൾ ഒറ്റപ്പെട്ടുപോയി എന്ന വികാരം സെലക്ഷൻ കമ്മിറ്റിക്കുമുണ്ട്. ബോർഡും സെലക്ടർമാരും തമ്മിലുള്ള ആശയവിനിമയം ഇതോടെ പൂർണ്ണമായും നിലച്ചു. ഇതോടെയാണ് അഗർക്കർ പുറത്തേക്ക് എന്ന തരത്തിലുള്ള വാർത്തകൾ പരന്നത്. 2023 ജൂലൈയിലാണ് ചേതൻ ശർമ്മയ്ക്ക് പകരം അജിത് അഗർക്കർ ഇന്ത്യൻ ചീഫ് സെലക്ടറായി ചുമതലയേൽക്കുന്നത്. പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അഗർക്കർക്ക് ഒരു വില്ലൻ്റെ മുഖമുണ്ട്. ചില വിമർശനങ്ങൾ അയാൾ അർഹിച്ചത് തന്നെയാണെന്നതിൽ ആർക്കും തർക്കവുമില്ല. എങ്കിലും അഗർക്കർ മൊത്തത്തിൽ വില്ലനാണോ? ഏതൊരു കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടാകുമല്ലോ. അഗർക്കറുടെ കാലത്തെ പരിഷ്കാരങ്ങളും തീരുമാനങ്ങളും നമുക്കൊന്ന് പരിശോധിക്കാം. ഹാർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവിനെ T20 ക്യാപ്റ്റനാക്കിയ തീരുമാനം അഗർക്കറുടേതായിരുന്നു. എല്ലാ മത്സരങ്ങളിലും കളിക്കാൻ ഫിറ്റ്നസ്സുള്ള ഒരു ക്യാപ്റ്റൻ വേണമെന്ന അഗർക്കറുടെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സൂര്യയെ നായകസ്ഥാനത്തേക്ക് എത്തിച്ചത്. സെൻട്രൽ കോൺട്രാക്റ്റിലുള്ള താരങ്ങൾ ദേശീയ ടീമിൽ കളിക്കാത്ത സമയത്ത് രഞ്ജി ട്രോഫി ഉൾപ്പെടെയുള്ള ആഭ്യന്തര മത്സരങ്ങളിൽ നിർബന്ധമായും കളിക്കണമെന്ന കർശന നിയമം കൊണ്ടുവന്നതും അഗർക്കറാണ്. ഈ നിയമം ലംഘിച്ച ഇഷാൻ കിഷനെയും ശ്രേയസ് അയ്യരെയും BCCIയുടെ കേന്ദ്ര കരാറിൽ നിന്ന് തന്നെ പുറത്താക്കാനും അഗർക്കർ മടിച്ചില്ല. കൂടാതെ പ്രധാന സെലക്ഷനുകൾക്ക് ശേഷം മാധ്യമങ്ങളെ നേരിടാനുള്ള ധൈര്യവും അദ്ദേഹം കാണിച്ചു. പക്ഷേ വാർത്താ സമ്മേളനത്തിൽ നടത്തിയ പല പ്രസ്താവനകളും പൊള്ളിക്കുന്നതായിരുന്നു. ഉദാഹരണമായി സഞ്ജുവിനെക്കുറിച്ചുള്ളൊരു പ്രസ്താവന നോക്കൂ. സഞ്ജു സാംസൺ T20 ടീമിൽ സ്ഥിരമായി ഇടം നേടിയത് ശുഭ്മാൻ ഗില്ലിൻ്റെയും യശസ്വി ജയ്സ്വാളിൻ്റെയും അഭാവം കൊണ്ട് മാത്രമാണെന്ന് അഗർക്കർ ഒരിക്കൽ പറഞ്ഞിരുന്നു. ഇത് വലിയ പ്രതിഷേധത്തിനിടയാക്കി. സഞ്ജു അന്താരാഷ്ട്ര തലത്തിൽ മികച്ച ഫോമിൽ സെഞ്ചുറികൾ നേടിയിട്ടും ഗിൽ തിരിച്ചെത്തിയതോടെ സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്ന നയമാണ് അഗർക്കർ സ്വീകരിച്ചത്. ഗില്ലിനെ ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായും ഭാവി നായകനായും ഉയർത്തിയതിനെക്കുറിച്ച് അഗർക്കർ പറഞ്ഞതിങ്ങനെ: 3 ഫോർമാറ്റിലും 3 വ്യത്യസ്ത ക്യാപ്റ്റന്മാർ എന്നത് പ്രായോഗികമല്ല. 3 ഫോർമാറ്റിലും ഒരുപോലെ കളിക്കുന്ന ഗില്ലിനെ ഭാവി മുന്നിൽ കണ്ടാണ് ചുമതല നൽകുന്നത് എന്നതായിരുന്നു അഗർക്കറുടെ വാദം. അഗർക്കറുടെ കാലത്ത് അദ്ദേഹം നേരിട്ട ഏറ്റവും വലിയ വിമർശനം സീനിയർ താരങ്ങളെ ഡീൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ്. ഗംഭീർ അഗർക്കർ യുഗത്തിൽ സീനിയർ താരങ്ങളോട് അനീതി ചെയ്യുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ അന്തരീക്ഷത്തിൽ കാണാമായിരുന്നു. ടീമിലെ സീനിയർ താരങ്ങളായ രോഹിതിനെയും കോഹ്ലിയെയും ഡീൽ ചെയ്യുന്ന രീതിയും വലിയ വിമർശനങ്ങളുണ്ടാക്കി. ബോർഡർ ഗവാസ്കർ ട്രോഫിക്ക് ശേഷം ഇരുവരും വർഷങ്ങൾക്ക് ശേഷം ആഭ്യന്തര ക്രിക്കറ്റിൽ ഇറങ്ങുന്നതും കണ്ടതാണ്. പിന്നാലെ ഇരുവരും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കുന്നതാണ് കണ്ടത്. ഇരുവരെയും ഏകദിന ടീമിൽ നിന്നും നിർബന്ധിച്ച് വിരമിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പിന്നീട് സജീവമായി. ഓരോ പരമ്പരയ്ക്ക് മുമ്പായും അത്തരത്തിലുള്ള വാർത്തകൾ കാണാമായിരുന്നു.
എന്നാൽ ടീമിലെ മറ്റെല്ലാവരേക്കാളും കോഹ്ലിയും രോഹിതും ഫോമിലേക്ക് ഉയർന്നതാണ് പിന്നീട് കണ്ടത്. മറ്റൊരു പ്രധാന തർക്കം മുഹമ്മദ് ഷമിയുമായിട്ടായിരുന്നു. ഷമിയുടെ പരിക്കിനെയും ഫിറ്റ്നസിനെയും കുറിച്ച് മാധ്യമങ്ങൾ ചോദ്യമുന്നയിച്ചപ്പോൾ അഗർക്കർ നടത്തിയ പരാമർശം ഷമിയെ ചൊടിപ്പിച്ചു. ഷമി പൂർണ്ണ കായികക്ഷമത കൈവരിച്ചിട്ടില്ലെന്നും കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഫിറ്റല്ലാത്തതിനാൽ അദ്ദേഹത്തെ ടീമിലേക്ക് പരിഗണിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു അഗർക്കറുടെ നിലപാട്. എന്നാൽ ഈ കാര്യം നേരിട്ട് സംസാരിക്കാതെ മാധ്യമങ്ങളിലൂടെ അഗർക്കർ വിശദീകരിച്ചത് ഷമിയെ ചൊടിപ്പിച്ചു. ഈഡൻ ഗാർഡനിൽ രഞ്ജി മത്സരത്തിനിടെ ഷമി ഇതിന് മറുപടി നൽകിയതിങ്ങനെ: അദ്ദേഹം എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, ഞാൻ എങ്ങനെ ബോൾ ചെയ്യുന്നുവെന്നത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതല്ലേ എന്നതായിരുന്നു ഷമിയുടെ മറുപടി. പിന്നാലെ ഷമി അടുത്തുണ്ടായിരുന്നുവെങ്കിൽ നേരിട്ട് മറുപടി നൽകുമായിരുന്നുവെന്ന് അഗർക്കറും പറഞ്ഞു. കൂടാതെ രഞ്ജി ട്രോഫിയിൽ അസാമാന്യ പെർഫോമൻസ് നടത്തുന്ന പലരെയും ടീമിൽ ഉൾപ്പെടുത്താത്തതും പകരം മറ്റു പലരും ടീമിൽ ഉൾപ്പെടുന്നതും വലിയ പ്രതിഷേധമുണ്ടാക്കി. ചുരുക്കി പറഞ്ഞാൽ അജിത് അഗർക്കറുടെ കാലത്ത് ഇന്ത്യ ICC T20 ലോകകപ്പും ചാമ്പ്യൻസ് ട്രോഫിയും അടക്കം വലിയ നേട്ടങ്ങൾ നേടിയെന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ ടെസ്റ്റിലും ഏകദിനത്തിലും നാട്ടിലും മറുനാട്ടിലും അടക്കം തോറ്റിട്ടുമുണ്ട്. സീനിയർ താരങ്ങളോട് സ്വീകരിച്ച സമീപനവും വാവിട്ട പ്രസ്താവനകളും ഡ്രസ്സിംഗ് റൂമിലെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുമാണ് അഗർക്കറെ അപ്രിയനാക്കിയത്. വരുന്ന BCCI വാർഷിക യോഗത്തിൽ അഗർക്കറുടെ കസേര തെറിക്കുമോ? VVS ലക്ഷ്മൺ പകരക്കാരനാകുമോ? നോക്കാം.